LDFന്റെ 20 മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. LDF പ്രചരണ രംഗത്തേക്ക് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമ്പോൾ UDFന്റെ മൊത്തം സ്ഥാനാർത്ഥികളിൽ 20 പേരിൽ ഘടകകക്ഷികളുടേത് മാത്രമാണ് ഇനിയും പൂർണ്ണമായും നിശ്ചയിക്കപ്പെട്ടത്. അതിലൊന്ന് കൊല്ലത്ത് RSP NK പ്രേമചന്ദ്രൻ, പിന്നെ 2 മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മലപ്പുറത്തും പൊന്നാനിയിലും കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും. അതൊഴിച്ചു നിർത്തിയാൽ ഇനിയും കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റടക്കം 17 സീറ്റുകളിൽ UDFന് സീറ്റുകൾ നിശ്ചയിക്കാൻ ബാക്കിയാണ്. അതിലേറ്റവും പ്രധാനം 16 സീറ്റുകൾ കോൺഗ്രസ് ഇനിയും നിശ്ചയിച്ചിട്ടില്ല. 16 എണ്ണത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവരപ്രകാരം 10 സീറ്റുകളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ്. ഇന്ന് ഡൽഹിയിൽ നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 10 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. അവരിവരൊക്കെയാണ് തിരുവനന്തപുരം ശശി തരൂർ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, കോഴിക്കോട് MK രാഘവൻ. ഈ 3 പേരുമാണ് നിലവിൽ സിറ്റിംഗ് എംപിമാരായി ഒരുപക്ഷെ കോഴിക്കോട്, മാവേലിക്കര, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. ഒപ്പം കണ്ണൂരിൽ K സുധാകരൻ, കാസർഗോഡ് സുബ്ബയ്യാറായി, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്നിവർ ഏകദേശ ധാരണയിലായവരുണ്ട്. വയനാട് ഷാനിമോൾ ഉസ്മാൻ, തൃശൂർ TN പ്രതാപൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതാണ്: തലമുതിർന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനില്ലേ? ആലപ്പുഴ മണ്ഡലത്തിൽ വരുമെന്ന് കരുതിയ KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരില്ലേ? ഈ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഈ മണിക്കൂറിൽ നിൽക്കുന്നു. വിജയകുമാർ എനിക്കൊപ്പമുണ്ട്. വിജയകുമാർ, നിലവിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു ധാരണയുണ്ടാകുമെന്ന് കരുതി. പക്ഷേ ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു ധാരണയുണ്ടായില്ല. 16 പേരിൽ 10 പേരെ കുറിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞു. അതിൽ ഏറ്റവും വ്യക്തമായി നമുക്ക് ഉറപ്പിക്കാവുന്ന പേരുകൾ തിരുവനന്തപുരം, മാവേലിക്കര, കോഴിക്കോട് എന്നീ 3 സിറ്റിംഗ് എംപിമാരുടെ കാര്യമാണ്. ഒരുപക്ഷെ കണ്ണൂരും കൂടി ഉറപ്പിക്കാം. കണ്ണൂരിൽ K സുധാകരനെ ഉറപ്പിക്കാം, കാസർഗോഡ് സുബ്ബയ്യാറായിയെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതൊഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും ഉറപ്പിക്കാൻ പറ്റിയ സീറ്റുകൾ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് എന്തു പറ്റി? എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നുവെന്നാണ്. നമുക്ക് KPCC കൊടുത്ത ഒരു പട്ടിക ഉണ്ടായിരുന്നു. KPCC തയ്യാറാക്കിക്കൊണ്ടുപോയ ഒരു പട്ടിക. ആ പട്ടിക അപ്പാടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വെച്ചു. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും അദ്ദേഹം നടത്തിയ ചില പഠനങ്ങളുടെയും ചില അഭിപ്രായ രൂപീകരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC തയ്യാറാക്കിയ പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ KC വേണുഗോപാൽ ഒഴികെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയും VM സുധീരൻ അടക്കമുള്ളവർക്കും ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനും വന്നേക്കാം. അതിനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയും. വിജയകുമാർ, 2 ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇനി അവർ ഉത്തരം നൽകാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. ഒന്ന്, സിറ്റിംഗ് എംപിമാരുള്ള മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് നൽകേണ്ടതില്ല എന്ന് അതാത് DCC പ്രസിഡന്റുമാരോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ 3 പേരെ സിറ്റിംഗ് എംപിമാരായിട്ട് നിർത്തുന്നു. എന്നാൽ എറണാകുളത്ത് KV തോമസ്, പത്തനംതിട്ടയിൽ ആന്റണി അടക്കമുള്ളവരെ പരിഗണിക്കാതിരുന്നു പോയാൽ ഇതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ ഹൈക്കമാൻഡ് ബാധ്യസ്ഥമാകും. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകാൻ സാധ്യതയുള്ളതും അതാണ്. പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് ആന്റണി തഴയപ്പെട്ടു, എന്തുകൊണ്ട് എറണാകുളത്ത് KV തോമസ് തഴയപ്പെട്ടു എന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് എറണാകുളത്താണെന്ന് തോന്നുന്നു അതിൽ കുറെ കൂടി പ്രതിസന്ധി ഉള്ളത്. പത്തനംതിട്ടയിൽ ആന്റണി മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അവിടെ DCCക്ക് എതിർപ്പുണ്ടെങ്കിലും ആന്റണിയുടെ പേര് തന്നെയാണ് കാര്യമായി അവിടെ പരിഗണിക്കുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ പത്തനംതിട്ട നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആന്റണി മാറി അദ്ദേഹം ഇടുക്കിയിലേക്ക് പോവുകയും ഉമ്മൻചാണ്ടി പത്തനംതിട്ട മത്സരിക്കുകയും ചെയ്യും. പക്ഷേ KV തോമസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. KV തോമസിന് എതിരായ കുറെ ഘടകങ്ങൾ എറണാകുളത്തുണ്ട്. പ്രത്യേകിച്ച് CPM സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങുകയും ചെയ്തതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു പക്ഷേ KV തോമസിന് പകരം ഹൈബി ഈഡൻ എറണാകുളത്ത് മത്സരിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ സജീവമാണ്. ആ തീരുമാനവും KV തോമസിന്റെ കാര്യത്തിലെ തീരുമാനവും ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും ആ തീരുമാനമെടുക്കുക. നമ്മൾ ഈ ഘട്ടത്തിൽ AK ആന്റണിയുടെ നിലപാട് കൂടി ഓർക്കേണ്ടതുണ്ട്. എല്ലാ തവണയും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ AK ആന്റണിയുടെ വാക്കിന് വലിയ വിലയുണ്ട്. ഇത്തവണയും AK ആന്റണി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ സഹായിച്ചേക്കാം. ബട്ട് ഇതുവരെയും AK ആന്റണി മനസ്സ് തുറന്നിട്ടില്ല. ഈ ഘട്ടം വരെയും സൈലന്റ് AK ആന്റണിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിശബ്ദനായിരിക്കുന്ന AK ആന്റണിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിലേക്ക് മത്സരിക്കുന്നു. ഉമ്മൻചാണ്ടി ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ, കൂടുതൽ സാധ്യത പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള സാധ്യത, അത് നമുക്ക് തള്ളിക്കളയാൻ
കളയാൻ കഴിയില്ല. പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആന്റണി ഇടുക്കിയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടായേക്കാം. ആ രീതിയിലായിരിക്കും സമവാക്യങ്ങൾ ഉണ്ടാവുക. നമുക്ക് വളരെ പെട്ടെന്ന് കോട്ടയത്തെ ചില പ്രശ്നങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. കോട്ടയത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും സസ്പെൻസും നാടകീയതയും നിറഞ്ഞു നിൽക്കുന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം മണ്ഡലം. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ പ്രതിസന്ധി ഇനിയും അയഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് തത്സമയം ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്ന സമയം PJ ജോസഫിന്റെ വീട്ടിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുവെന്നാണ്. നാളെ ചിലത് പറയും എന്ന് KM മാണി കൂടി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ കോട്ടയത്ത് നിന്നും കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സണ്ണി തെക്കേടം ചേരുന്നുണ്ട്. ശ്രീ സണ്ണി തെക്കേടം, ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി PJ ജോസഫ് എത്തുമോ? അതിനു മുൻപ് നമുക്ക് സണ്ണി തെക്കേടത്തിലേക്ക് വരുന്നതിന് മുമ്പ് സണ്ണി തെക്കേടം, ഇന്ന് രാവിലെ എന്തുകൊണ്ട് PJ ജോസഫ് കോട്ടയം മണ്ഡലത്തിന് അനഭിമിതനാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് നടത്തിയ ഒരു ബൈറ്റുണ്ട്, അത് കേൾക്കാം. ഈ വിഭാഗത്തിന് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റാണ്, അതുപോലെ തന്നെ തുടരണം എന്നുള്ള ഒരു സമ്മർദ്ദം നന്നായിട്ടിപ്പം പാർട്ടി ഭാരവാഹികളുടെ ഭാഗത്തു നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ സീറ്റ്, അത് തുടരണം എന്നുള്ള സമ്മർദ്ദമാണ് പാർട്ടി ചെയർമാനിലേക്ക് പാർട്ടി പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പാർട്ടി അണികളുടെ വികാരം എന്താണെന്നുള്ളത് ചെയർമാനോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറയും. ഈ അതായത് മാണി വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം എന്നാണ് വികാരം, അതറിയിക്കും. പാർട്ടിയുടെ പ്രവർത്തകരുടെ അണികളുടെ വികാരവും അഭിപ്രായവും അത് തന്നെയാണ്. സിറ്റിംഗ് MLA-മാർക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്കെല്ലാം ഓരോ പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അല്ലാതെ ആൾ ഇഷ്ടം പോലെ ഉണ്ടെന്നീ പാർട്ടിക്കകത്ത്. MLA-മാരൊക്കെ സിറ്റിംഗ് ആയിട്ടുള്ളവരൊക്കെ മറ നീക്കട്ടെ, എത്രയോ പേര് ഇതിനകത്തുണ്ട്, നല്ല മുഴുമുടുക്കന്മാർ പിള്ളേർ, അവരൊക്കെ വരട്ടതേ. ഓക്കെ. ശ്രീ സണ്ണി തെക്കേടം നമ്മളോടൊപ്പം ചേരുന്നു, കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ്. ശ്രീ സണ്ണി തെക്കേടം, കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് നിന്നും ഇത്തവണ PJ ജോസഫ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ ഈ ഘട്ടത്തിൽ? ശ്രീ സണ്ണി തെക്കേടം, കേൾക്കാമെങ്കിൽ അങ്ങേക്ക് കേൾക്കാമെങ്കിൽ. അങ്ങയുമായിട്ടുള്ള ശബ്ദവിനിമയത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഒരിക്കൽ കൂടി ചോദ്യം, PJ ജോസഫ് ഇത്തവണ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് നിന്ന് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ ഈ ഘട്ടത്തിൽ? അതെ, പാർട്ടി ചെയർമാനെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഇന്ന് സ്ഥാനാർത്ഥി ആരെ തീരുമാനിക്കണമെന്ന് ചുമതലപ്പെടുത്തിയാണല്ലോ. അതിനുശേഷം ഇന്ന് പാർട്ടിയുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും തുടങ്ങി മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഇല്ല എന്ന് മാണി സാറിന്റെ വീട്ടിലെത്തി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ വെളിയിൽ നിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകണ്ട എന്നും നിലവിലുള്ള MLA-മാരും മത്സരിക്കണ്ട എന്നും ഒരു വലിയ വികാരമാണ് പാർട്ടിക്കാരുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഒറ്റ കാര്യം എനിക്ക് ചോദിച്ചോട്ടെ, നിലവിലുള്ള 7 നിയോജക മണ്ഡലം കമ്മിറ്റികളിലെ 6 നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും PJ ജോസഫിനെതിരായി എന്ന് പറയപ്പെടാവുന്ന ഈ നിലപാടെടുത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? 7 നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള 7 സ്ഥലത്തു നിന്നുള്ള ആളുകളും പ്രസിഡന്റുമാരെ പോലുള്ള മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള രീതിയിൽ ഇന്ന് മാണിസാറിന്റെ വീട്ടിൽ വന്നു. ഞാൻ മുമ്പ് പറഞ്ഞ അദ്ദേഹം പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം ഇന്നും പ്രത്യേകം മാണിസാറിന്റെ അടുത്ത് അവര് പറയുകയുണ്ടായി. അതായത് ഇനി PJ ജോസഫ് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത ഇല്ല. PJ ജോസഫ് എന്നുള്ളതല്ല, പാർലമെന്റ് PJ ജോസഫ് എന്നുള്ള വിഷയമല്ല. ശരി, ഞാനത് പിൻവലിക്കുന്നു. കോട്ടയം നിയോജക മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരു MLA ആയ സ്ഥാനാർത്ഥി ആയിരിക്കില്ല കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ വെളിയിൽ നിന്നൊരാൾ വേണ്ട, നിയോജക മണ്ഡലത്തിൽ ഉള്ളിൽ പാർട്ടിയിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ ധാരാളം ഉള്ളതുകൊണ്ട് ഈ പാർലമെന്റ് സീറ്റിനുള്ളിൽ നിന്നുള്ള ആളുകളെ നിർത്തണം എന്നാണ് പാർട്ടി ചെയർമാരുടെ ഇന്ന് ആ പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്. നിലവിൽ പാർട്ടി ചെയർമാൻ ഈ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങളുടെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അല്ല, കേരള സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തീരുമാനം ജനാധിപത്യപരമായി പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായ രീതിയിൽ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പുള്ളിയിൽ നിന്ന് കേട്ടത്. അപ്പൊ അത് വെച്ച് അദ്ദേഹം ആ പാർട്ടി പ്രവർത്തകരുടെ വികാരം വെച്ചുകൊണ്ട്
ന്യായമായ ജനാധിപത്യപരമായ രീതിയിൽ നിഷ്പക്ഷമായി പാർട്ടി ചെയർമാൻ ഞാൻ വളരെ പെട്ടെന്ന് അങ്ങ് ടെലിഫോൺ ലൈനിൽ തുടരണം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് കേരള കോൺഗ്രസ് ജോസഫ് എന്ന് ഇനി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ടാണ് സൂചനകൾ. ജോസഫിന്റെ വീട്ടിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. ജോസഫിനെ അനുകൂലിക്കുന്ന നേതാക്കൾ ജോസഫിന്റെ വീട്ടിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 2010 ശേഷം സമാനമായ രീതിയിലുള്ള ഒരു കൂടിയാലോചന നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ബാർ വിഷയത്തിന്റെ സംബന്ധിച്ച സമയത്തും ഒരു ചെറിയ തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും പ്രകടമായ രീതിയിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിലെ നേതാക്കൾ ജോസഫിന്റെ വീട്ടിൽ കൂടിയാലോചനകൾ തിരക്കിട്ട് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോസഫിനെ എപ്പോഴും അനുകൂലിക്കുന്ന മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കൾ വീട്ടിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശ്രീ സണ്ണി, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നത് ഒരു പുനർജീവിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിലുണ്ടോ? ജോസഫ് ഗ്രൂപ്പ് എന്ന പഴയ ഗ്രൂപ്പ് അദ്ദേഹം അതിന്റെ ചെയർമാനായി മാറി മറ്റൊരു ഘടകകക്ഷിയായി UDF പോകും എന്ന നിലയിലേക്കാണല്ലോ കാര്യങ്ങൾ എത്തുന്നത്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സാഹചര്യം പാർട്ടിക്കാറില്ല. അതായത് ഇപ്പോൾ ജോസഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സംസ്ഥാനത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം അത്തരം ഒരു താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്? ജില്ലയ്ക്ക് പുറത്തുള്ളത് എന്നത് എങ്ങനെയാണ് PJ ജോസഫിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഒരു അയോഗ്യതയാവുന്നത് ഇപ്പോൾ? ഇല്ല, അദ്ദേഹത്തിന് അയോഗ്യത ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പാർട്ടിയുടെ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നു. ഒറ്റക്കാര്യമുള്ളൂ, PJ ജോസഫ് സാറിനെ ആക്കരുതെന്ന് ആരും പറഞ്ഞില്ല. നിയോജകമണ്ഡലത്തിന് വെളിയിലുള്ള ആൾ വേണ്ട, നിലവിലുള്ള MLA വേണ്ട. പക്ഷേ നിലവിൽ വർക്കിംഗ് ചെയർമാൻ സ്വയം മത്സരിക്കാൻ തയ്യാറായി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുക? ഇല്ല, അദ്ദേഹത്തോട് എല്ലാവരും ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെന്ന് മാത്രമേ അദ്ദേഹം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുള്ളൂ. പാർട്ടിയുടെ തീരുമാനം ഇതാണ്. പാർട്ടിയുടെ തീരുമാനം ഇതായിരിക്കും. അല്ല, പാർട്ടി എടുക്കുന്ന തീരുമാനമായില്ല, അത് ചെയർമാൻ പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ. ചെയർമാനെ അറിയിച്ചു, ചെയർമാൻ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിലും ഇനി വർക്കിംഗ് ചെയർമാൻ പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റുമാർ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഇനി മണ്ഡലം പ്രസിഡന്റുമാർ പറയുന്ന കാര്യങ്ങൾ ചെയർമാൻ അംഗീകരിക്കുമെന്ന് കരുതാം ഈ ഘട്ടത്തിൽ. അല്ല, ചെയർമാൻ ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യപരമായി പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായി അദ്ദേഹം കേൾക്കേണ്ടവരെ എല്ലാം കേട്ടു. അതിനുശേഷം അദ്ദേഹം അത് ആലോചിച്ചിട്ട് പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാകില്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ചവരാരെങ്കിലും ഉണ്ട്, അവർക്ക് ആർക്കും ഒരു വിഷമയില്ലാത്ത രീതിയിൽ അവരുമായിട്ട് സംസാരിച്ച് മാത്രമേ ചെയർമാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ. ഇപ്പൊ PJ ജോസഫിന്റെ വീട്ടിൽ നടക്കുന്ന യോഗത്തെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അങ്ങേക്ക്? ഇല്ല, അറിവില്ല. അവിടെ കൂടുതൽ അവർ പാർട്ടിക്ക് ദോഷകരമായ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ പാർട്ടി രണ്ടായി പോകത്തെ ഒരു രീതിയിലോട്ട് അവർ തീരുമാനമെടുത്തിട്ടില്ല. അവരിപ്പോ ഈ പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവർ പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആലോചിക്കുന്നു എന്ന്. ശ്രീ സണ്ണി, കേരള കോൺഗ്രസിൽ എപ്പോൾ മുതലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പറ്റി KM മാണി പ്രവർത്തകരോട് അഭിപ്രായം ചോദിച്ചു തുടങ്ങിയത്? നേരത്തെ ഒന്നും അങ്ങനെ നടപടി ഉണ്ടായിരുന്നോ? ഇപ്പോൾ മാത്രമാണല്ലോ ഇത്. ജോസ് കെ മാണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴോ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയപ്പോഴോ ഒക്കെ ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ അഭിപ്രായം ചോദിച്ച് അതറിഞ്ഞ ശേഷമായിരുന്നോ KM മാണി തീരുമാനമെടുത്തത്? നാളെ ഇന്ന് വരെ ജയമാൻ സാർ ഏത് തെരഞ്ഞെടുപ്പിനും സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുമായി പാർട്ടി പ്രവർത്തകരുമായി പ്രത്യേകിച്ച് ആ കോൺസ്റ്റിറ്റ്യൂൻസിൽ ഏത് കോൺസ്റ്റിറ്റ്യൂൻസി ആണെങ്കിലും അവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകരുമായി ആലോചിച്ച് മാത്രമേ നാളെ ഇന്ന് വരെ പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. നിലവിൽ അതേ ജനാധിപത്യ രീതിയാണ് ഇവിടെയും തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചരിത്രമനുസരിച്ച് മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള പ്രാദേശിക ഘടകങ്ങൾ പറയുന്ന തീരുമാനം അന്നെല്ലാം ചെയർമാൻ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെയും ആത്മീയവാസന്മാരുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ചരിത്രം ഇവിടെയും പിന്തുടരുകയാണെങ്കിൽ നാളെ മാണി സാർ പ്രഖ്യാപിക്കാൻ പോകുന്ന കോട്ടയത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി PJ ജോസഫ് ആയിരിക്കില്ല. അല്ല, അത് പറയാം. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ അവർ നിവേദനപരമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ചെയർമാൻ ഇതെല്ലാം ആലോചിച്ചിട്ട് ജനാധിപത്യപരമായി തന്നെ അദ്ദേഹം തീരുമാനമെടുക്കുള്ളൂ. അതിനുള്ള പാർട്ടി മനസ്സാണ്. ശരി, ഒരു ചോദ്യം കൂടി ശ്രീ. നാളെ ഏതെങ്കിലും കാരണവശാൽ ഈ പ്രാദേശിക ഘടകങ്ങളുടെ വികാരത്തെ മാനിക്കാതെ ചെയർമാൻ മറിച്ചൊരു തീരുമാനമെടുത്ത് ജോസഫിനെ തന്നെയാണ് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതെങ്കിലോ? കോട്ടയം ജില്ലാ കമ്മിറ്റി ആരുടെയെങ്കിലും പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? കോട്ടയം ജില്ലാ കമ്മിറ്റി ആരുടെയെങ്കിലും പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അതെല്ലാം പാർട്ടി ചെയർമാനെ ഏൽപ്പിച്ചു.
അതല്ല പാർട്ടി ചെയർമാൻ പാർട്ടി ജനാധിപത്യപരമായ രീതിയിൽ തന്നെ തീരുമാനമെടുക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലോ. തോമസ് ചാഴിക്കാടൻ പേര് പ്രഥമ പരിഗണനയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്റ്റീഫൻ ജോർജ് തൊട്ടു പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരിയാണോ? അല്ല, അതെല്ലാം സ്ഥാനാർത്ഥിമാരാകാൻ ആഗ്രഹിക്കുന്നവർ. ഇനി വീണ്ടും തോമസ് ചാഴിക്കാടനാണ് മത്സരിക്കുന്നതെങ്കിൽ സി സണ്ണി നിലവിൽ വീണ്ടും ഇതേ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം തേടുമോ ചെയർമാൻ? പാർട്ടി ചെയർമാൻ എന്ത് തീരുമാനമെടുക്കും കേരള കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാവരും അംഗീകരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഷയത്തിൽ ജോസഫിന്റെ വിഷയത്തിൽ ഘടകകക്ഷികളോട് ചോദിക്കേണ്ടിയിരുന്നില്ലല്ലോ. അല്ല, അത് പറഞ്ഞല്ലോ. ഇന്ന് മാനസാറിന്റെ വീട്ടിൽ പാർട്ടി പ്രവർത്തകർ മുഴുവൻ വന്ന് ഓരോരുത്തരുടെ വികാരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും അതായത് ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീ സണ്ണി തെക്കേടം. അങ്ങനെയാണോ? ഈ അസാധാരണമായ സാഹചര്യത്തിൽ പ്രാദേശിക ഘടകങ്ങൾ വരും. ഏത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാനസാർ പാർട്ടി പ്രവർത്തകരുടെ കൺസെൻസ് എടുക്കാറുണ്ട്. അത്തരം കൺസെൻസിൽ നിർഭാഗ്യവശാൽ ഇത്തവണ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വാചകമാണ്: മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാവണ്ട എന്നുള്ളത്. ശരിയല്ലേ? മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാവണ്ട എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യം എല്ലാവരും ഏകണ്ഠമായി പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി പാടില്ല. അങ്ങനെയാണെങ്കിൽ നാളെ വർക്കിംഗ് ചെയർമാനായ പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാവാൻ ഉണ്ടാവില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ശ്രീ സണ്ണി നൽകുന്നത്. നന്ദി ശ്രീ സണ്ണി തെക്കേടം, ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. ഈ ഒരു രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് കേരള കോൺഗ്രസിന്റെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ. നാളെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ കോട്ടയത്ത് പ്രഖ്യാപിച്ചേക്കും. നാളെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പി ജെ ജോസഫ് ആയിരിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കെ മാണി വളരെ വിപുലമായ തോതിൽ ആലോചിച്ച് നടപ്പാക്കുന്ന നമുക്ക് ബ്രേക്ക് കൊടുക്കാവുന്നത് തന്നെയാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നാളെ പി ജെ ജോസഫ് അല്ലെങ്കിൽ പി ജെ ജോസഫ് മത്സരിക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി തെക്കേടം തന്നെ പറയുന്നു, പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളെല്ലാം ഏകകണ്ഠമായി ജോസഫിനെ തഴഞ്ഞു, അഥവാ ജോസഫിനെ കൈവിട്ടിരിക്കുന്നു എന്നതാണ്. 7 മണ്ഡലം കമ്മിറ്റികളും വൈക്കം മണ്ഡലം കമ്മിറ്റി മാത്രമായിരുന്നു നമ്മുടെ സൂചന പ്രകാരം ജോസഫിനെ അനുകൂലിച്ചത്. അദ്ദേഹം നിഷേധിച്ചു. 7 കമ്മിറ്റികളും ഏകകണ്ഠമായി പി ജെ ജോസഫിനെ തിരസ്കരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് സംയുക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് പി ജെ ജോസഫ് ആയിരിക്കില്ല. അറിയേണ്ടത് പ്രധാനപ്പെട്ട പ്രശ്നം, കേരള കോൺഗ്രസ് ജോസഫ് എന്ന ഗ്രൂപ്പ് നാളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ഇന്നത്തെ രാത്രിയിലെ ചർച്ച കേരള കോൺഗ്രസിന്റെ 10ാമത്തെ പിളർപ്പിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് നിന്നും ജോസഫ് സ്വതന്ത്രമായി ജനവിധി തേടുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. വിജയകുമാർ, ഒരു ക്രൂഷ്യൽ മൊമെന്റ് ആണ് ഇത്. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം നടക്കുന്നത് ഇന്ന് ആയിരിക്കാം. ഒരു തൊടുപുഴയിലെ പി ജെ ജോസഫിന്റെ വീട്ടിലായിരിക്കാം ആ സുപ്രധാന രാഷ്ട്രീയ നീക്കം നടക്കുന്നത്. നോക്കൂ, ഇന്നലെ മുതൽ കെ എം മാണി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് വളരെ തന്ത്രപരമായ നീക്കം കെ എം മാണി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നു. എങ്ങനെ ജോസഫിനെ ഒഴിവാക്കാമെന്ന കാര്യത്തിൽ പി ജെ ജോസഫിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ അറിയിക്കുന്നു. അവിടെ ആ പേര് അദ്ദേഹം പറഞ്ഞതായി CF തോമസിനെ പോലെ മുതിർന്ന നേതാക്കൾ അത് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫ് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചതിനെതിരെ കെ എം മാണിയുടെ ഗ്രൂപ്പിലുള്ളവർ അതിനെ എതിർക്കുന്നു. ആ നിലയിൽ വിപുലമായ തോതിൽ കെ എം മാണി എങ്ങനെ ജോസഫിനെ ഒഴിവാക്കാമെന്നതിൽ ഒരു പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ നടപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ പി ജെ ജോസഫിന്റെ തൊടുപുഴയിലെ പി ജെ ജോസഫിന്റെ വീട്ടിൽ നടക്കുന്ന നിർണായകമായ യോഗം. ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നുണ്ട്. വിജയ് ശുദ്ധവ് തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ വീട്ടിൽ നിന്നും, പി ജെ ജോസഫിന്റെ വീട്ടിൽ നിന്നും വിജയ് ശുദ്ധവ് ചേരുന്നു. വിജയ് ശുദ്ധവ്, എന്താണ് ഇപ്പോൾ പി ജെ ജോസഫിന്റെ വീട്ടിൽ നടക്കുന്നത്? നിർണായകമായ ഗ്രൂപ്പ് യോഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരൊക്കെ എത്തിയിട്ടുണ്ട്? നിലവിൽ ഇപ്പോൾ കുരുവിളം ആണ് ഇപ്പോൾ പ്രധാന നേതാക്കൾ. ജോസഫ് വിഭാഗത്തിന്റെ പ്രധാന നേതാവായിട്ട് ഇവിടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് മോൻസ് ജോസഫ് MLA ഇവിടെ എത്തിയിരുന്നു. മാണി ഒരു കത്ത് ദൂതൻ വഴി കൊടുത്തുവിട്ടു എന്നും ആ കത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം ആ കത്ത് ഇപ്പോൾ പി ജെ ജോസഫിന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മിക്കവാറും പി ജെ ജോസഫ് ആയിരിക്കില്ല കോട്ടയത്തെ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് തീരുമാനത്തിൽ എത്തണം എന്നും ഇന്നൊരു ദിവസം മുഴുവൻ പി ജെ ജോസഫുമായിട്ട് അടുത്ത വൃത്തങ്ങളും ഒന്നും തന്നെ മാധ്യമങ്ങളുമായിട്ട് പ്രതികരിക്കാനോ ഒന്നും തന്നെ തയ്യാറായില്ല. നമ്മൾ രാവിലെ മുതൽ തന്നെ പി ജെ ജോസഫിന്റെ പ്രതികരണം തേടിയിരുന്നു, പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. കോട്ടയത്ത് നിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രം പ്രതികരിച്ചാൽ മതി എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. വൈകുന്നേരമായപ്പോൾ ഏകദേശം തീരുമാനം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. പി ജെ ജോസഫ് ആയിരിക്കില്ല മത്സര രംഗത്തുണ്ടാവുക എന്ന്. അതുകൊണ്ടാണ്
ഇപ്പോൾ ഏറെ വൈകി ഈ ഒരു സമയത്തും വിജേഷ് ചുരുങ്ങിയ വാക്കിൽ മറുപടി രണ്ട് സാധ്യത ഒന്ന് പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ PJ ജോസഫ് സ്വതന്ത്രനായി കോട്ടയത്ത് മത്സരിക്കാൻ പോകുന്നു ഈ രണ്ട് അഭ്യൂഹങ്ങൾ ഈ സമയത്ത് ശക്തമാണ് ഇതിലേതെങ്കിലും തരത്തിലുള്ള സൂചനകളോ അത് ശരിവെക്കുന്ന പ്രതികരണങ്ങളോ അവിടെ ഒന്നും പ്രാദേശിക അനുയായികൾ ജോസഫിന്റെ പഴയ അനുയായികളിൽ നിന്നുണ്ടാകുന്നുണ്ടോ ജോസഫിന്റെ അനുയായികൾ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഇനി മിണ്ടാതിരിക്കേണ്ടതില്ല ഇനിയെങ്കിലും നമ്മൾ ഇതിന് പ്രതികരിക്കണം എന്ന രീതിയിൽ അതായത് ജോസഫ് വിഭാഗം ഒരുമിച്ച് നിൽക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അതായത് മാണി കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിച്ചില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കണം തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന രീതിയിൽ അണികൾ ജോസഫിനോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ജോസഫ് ഇതുവരെയും ആ തീരുമാനം എടുത്തിട്ടില്ല അദ്ദേഹം പറയുന്നത് നാളത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം താനല്ല എങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ അതിനുശേഷം നോക്കാം എന്ന് മാത്രമാണ് ഇന്നിപ്പോൾ മോൻസ് ജോസഫും TU കുരുള വന്നപ്പോഴും അദ്ദേഹം അവരുമായിട്ട് നടത്തിയ വിജേഷ് അല്പസമയത്തിനകം PJ ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുവെന്ന ഒരു സൂചന വരുന്നുണ്ട് അത് ശരിയാണോ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഞങ്ങൾ അല്പസമയം മുമ്പും PJ ജോസഫുമായിട്ട് സംസാരിച്ച സമയത്തൊക്കെ തന്നെ PJ ജോസഫ് പറഞ്ഞത് നാളത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാം എന്നാണ് അരുൺ എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ നിർണായകമാകാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഇടപെടലായിരിക്കും പ്രത്യേകിച്ച് UDFന്റെ ഇടപെടലാകാം ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരള കോൺഗ്രസിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കും ഇന്ന് അവസാനം തിരക്കിട്ട ശ്രമം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDFന്റെ ഉന്നത നേതാക്കൾ KM മാണി വിളിക്കുകയും ജോസഫുമായുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കുകയും ജോസഫിനെ തന്നെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി കോട്ടയം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ രാത്രി കോട്ടയത്ത് കേരള കോൺഗ്രസിന് വളരെ നിർണായകമായ ഒരു രാത്രിയാണ് ഇന്നിപ്പോൾ നടക്കുന്ന തൊടുപുഴയിൽ നടക്കുന്ന ജോസഫിന്റെ വീട്ടിൽ നടക്കുന്ന ഈ നിർണായകമായ യോഗം ഒരുപക്ഷെ ജോസഫിന്റെ ഗ്രൂപ്പ് യോഗമായി വിലയിരുത്തപ്പെട്ടേക്കാം 10ാമത്തെ കേരള കോൺഗ്രസിന്റെ പിളർപ്പിനെ നിശ്ചയിക്കുന്ന രാത്രിയാണോ ഇത് എന്നത് മാത്രമേ ഇനി കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ അപ്ഡേറ്റ്സ് എല്ലാം 24 ന്യൂസിന്റെ ഞങ്ങളുടെ തത്സമയ പ്രതിനിധി വിജയ് ശുദ്ധവ് തത്സമയം നൽകും വരുന്ന ബുള്ളറ്റിനുകളിലും കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന രാത്രിയിൽ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്ന് കരുതുന്നു വളരെ പെട്ടെന്ന് നമുക്ക് ഇലക്ഷൻ ഗേറ്റിലേക്ക് പോകാം ഇലക്ഷൻ ഗേറ്റുമായി ഇപ്പോൾ ഗോപി കിഷൻ ചേരും നമുക്കൊപ്പം You are watching 24 from News Headquarters, Kochi.